ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നിപ്പം 4-ാം തീയതി ആണ് കേട്ടോ. നമ്മള് ഇന്നിപ്പോ 7 മണിയായി. നമ്മൾ ഓൺലൈൻ ആയിട്ടില്ല. നമുക്ക് പതുക്കെ ഓൺലൈനിൽ കയറാം. ഓക്കെ, നെറ്റൊക്കെ ഓഫാ. അപ്പൊ നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. ഏതായാലും അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. കൊടുക്കാനൊന്നും ഇല്ല. ആപ്പിടേയും കൂടെ ഓണാക്കാം കേട്ടോ. ഓലയിൽ ഒരു രക്ഷയില്ലാത്ത ചാറുകൂറോ അവര് ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ട് 10 കിലോമീറ്റർ പോകുന്നതിന് 170 രൂപ 160 രൂപ അതൊക്കെ ഉള്ളു. അതുകൊണ്ടിപ്പോ ഓക്കെ, ഏതായാലും നമ്മൾ 2 ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് കുണ്ടന്നൂർ പോയി കിടക്കാം കേട്ടാ. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ കുറച്ചു നേരം സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുത്തിട്ടേക്ക് കാണാം കേട്ടാ. ട്രിപ്പ് ശരിയാക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് ചേഞ്ച് കഴിച്ച് ഫുള്ളാക്കിയിട്ടൊക്കെയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. വൈറ്റില ജനത എന്നാണ്. ഐനി റോഡ് മരട്. ഇതെവിടെയാണോ? ജുമാ മസ്ജിദ്, അയ്യങ്കാളി റോഡ്. ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 267 രൂപയാണ് കേട്ടോ. വേറെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഓക്കെ, കമ്മിങ് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ സർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് വീണ്ടിക്കാണ് കേട്ടാ. വൈറ്റില ഹബ് എന്നും പറഞ്ഞാ വന്നത്. പക്ഷേങ്കിൽ അവരത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എങ്ങോട്ടോ ലൊക്കേഷനോ കൊടുത്തേക്കുന്നത്. എങ്ങോട്ടാന്ന് അറിയില്ല കേട്ടാ. ഒരു 267 രൂപ ട്രിപ്പാണ് കേട്ടാ. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം രാവിലെ അല്ലേ. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ടോക്കറ്റ് സ്കൂളിലോട്ടായിരുന്നു കേട്ടോ. ടോക്കറ്റ് സ്കൂളില് അവിടെ ആളെ ഇറക്കി അപ്പൊ തന്നെ തിരിച്ചു പോകണം. നമുക്ക് അതാണ് ഒരു ട്രിപ്പ്. ഞാൻ പറഞ്ഞില്ല, മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ആയിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ് വന്നതെന്ന്. അപ്പൊ അവര് ആഡ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ആഡ് ചെയ്തായിരുന്നു. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് ആളെ ഇറക്കി നമുക്ക് തിരിച്ചു പൊക്കോണ്ടിരുന്നപ്പോ തിരിച്ചിവിടുന്ന് എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 287 രൂപയാണ് കളക്ടർ കാണിച്ച ഫെയർ കാണിച്ച. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുക. ഒരു 180 മീറ്റർ ഉണ്ട് കേട്ടോ. ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ജോണിയാണ്. അപ്പൊ നമുക്ക് ജോണീനെ എടപ്പള്ളിയിൽ എത്തിക്കാം. എടപ്പള്ളി എന്ന് പറഞ്ഞാൽ വന്ന ഇപ്പൊ അമൃത ഹോസ്പിറ്റലാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് എടപ്പള്ളി എന്ന് പറഞ്ഞ് വന്നെങ്കിൽ പോലും അത് അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അമൃതയിലാണ്. നമ്മൾ അമൃതയില് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു. എന്നൊരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എരൂര് പോകാനാണ്. ഏലൂരാണ് അങ്ങനെയാണ്ടെന്തോ ഒരു സ്ഥലമാണ്. ഏതായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് അമൃതയിൽ അവിടുന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് പിക്ക് ചെയ്യാൻ. ഏലൂരെന്നാന്ന് തോന്നുന്നു. ഏലൂരാണെങ്കിൽ പിന്നെ എമൗണ്ട് കൂടിയാണ്. ഇതിപ്പോ 6 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഏലൂരാണ്. ഇവിടെ അടുത്ത് ഏലൂരല്ലേ അടുത്തുള്ളൂ. അപ്പൊ അടുത്ത ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ. ഓക്കെ,
ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പനമ്പള്ളി നഗറിലാണ് കേട്ടോ. പനമ്പള്ളി നഗറില് അവന്യൂ റീജന്റെ ഫ്രണ്ടിലാണ്. നമ്മൾ അവിടെ വന്ന് ചായ കുടിച്ചു. അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയത് മറ്റേ അൻസ് എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ടല്ലോ, മറ്റേ ഏലൂര്. അപ്പൊ ആ സ്കൂളിലോട്ടായിരുന്നു. ആ സ്കൂളിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ട് ഇറക്കി നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അവിടുന്ന് ഒരു ട്രിപ്പ് നമ്മുടെ പനമ്പള്ളി നഗറിലേക്കായിരുന്നു ആ ട്രിപ്പ്. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തു. അപ്പം അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ പനമ്പള്ളി നഗർ പെരുമാനൂർ എന്നും പറഞ്ഞാ വന്ന കേട്ടോ വന്നേ. അപ്പൊ ആ ട്രിപ്പ് ഇവിടെ കൊണ്ടുവന്ന് ആളെ ഇറക്കി. അപ്പൊ നമുക്ക് അതില് കിട്ടിയ എമൗണ്ട് കാണിക്കാം. ഇതാണ് നമുക്ക് അമൃതയിലോട്ട് കിട്ടിയ ട്രിപ്പാണ് കേട്ടോ. മരടിന്നായിരുന്നു. രാവിലെ നമുക്ക് മരടിന്ന് ഒരു ടോക്കൺ സ്കൂൾ അടിച്ചു. ടോക്കൺ സ്കൂളിൽ നിന്ന് തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് തന്നെ പോകണമായിരുന്നു. അപ്പൊ അവരത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് മൊത്തം 12 കിലോമീറ്റർ ഓടി. നമുക്ക് 335 രൂപ ക്യാഷ് കളക്റ്റഡും 254 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് അമൃത ഹോസ്പിറ്റലിലോട്ടാണ്. മരടിന്നാണ് പോണേക്കര എടപ്പള്ളി എന്നും പറഞ്ഞാ വന്നത്. അമൃത ഹോസ്പിറ്റലിലായിരുന്നു. അത് 370 രൂപ ക്യാഷ് കളക്റ്റഡും 273 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. 15 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ റേറ്റ് കുറവാണ്. പിന്നെ ഒലേനെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. ഒല തീരെ റേറ്റ് കുറവാണ്. അപ്പൊ നമ്മള് അമൃത ഹോസ്പിറ്റലിൽ നമുക്ക് അടിച്ച ട്രിപ്പാണ് മറ്റേ ഏലൂർക്കാണ്, എടപ്പള്ളിയിൽ നിന്ന് അടിച്ചാണ്. അത് 180 രൂപ ക്യാഷ് കളക്റ്റഡും 165 രൂപ നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോ നമുക്ക് ഇതാണ് പെരുമാനൂർക്ക് അടിച്ചത്. 17 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 396 രൂപയാണ് നമുക്ക് ക്യാഷ് കളക്റ്റഡ് കിട്ടിയത്. നമുക്കും 336 രൂപ കിട്ടി കേട്ടോ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അന്യ ബ്ലോക്ക് ആയിരുന്നു. നേരെ കളമശ്ശേരിയിലൊക്കെ അന്യ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ആ വഴി പോരാണ്ട് മഞ്ഞുമല് വഴി നേരെ വയറ്റില് എടപ്പള്ളി വന്ന് എടപ്പള്ളിയിൽ നിന്ന് പൈപ്പ് ലൈൻ റോഡ്, അതായത് പാലാരോട്ടം പൈപ്പ് ലൈൻ റോഡ് വഴി കയറി അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഏതായാലും ആ ട്രിപ്പും കഴിഞ്ഞു. നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് മുട്ടിനും കാലിനും കൈക്കൊക്കെ ഒരു ഭയങ്കര ഒരു കട്ടയാണ്. അപ്പൊ കുറച്ചു നേരം ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കാണ് കേട്ടോ. നമ്മള് റാപ്പിഡോ ഓൺ ആക്കിയിട്ടേക്കാണ്, യൂബർ ഓഫ് ആക്കിയിട്ടേക്കാണ്. അപ്പൊ നമ്മള് ചായടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് വലിയുമ്പോ നല്ല സുഖം. അപ്പൊ അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ കിടപ്പുണ്ട്, അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇന്നെന്താന്ന് നോക്കില്ല, ഏതൊക്കെ ജംഗ്ഷനിൽ ചെന്ന് എല്ലാ ഊടുവഴിയും ഫുള്ള് ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. രാവിലെ ആ സ്കൂൾ ടൈമിൽ മഴ പെയ്തോണ്ടായിരിക്കും, എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഓൺലൈൻ ആകാം, യൂബർ ഓൺലൈൻ ആകാം. റാപ്പിഡോ ഓൺലൈൻ ആണ്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ട്രിപ്പ് വരാൻ നോക്കാം. നമ്മളിപ്പോ പനമ്പള്ളി നഗർ SBIയുടെ ഫ്രണ്ടിലാണ് കേട്ടോ കിടക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് വന്നേക്കാണ് കേട്ടോ. തൈക്കുടത്താണെന്ന് തോന്നുന്നത്. ഒരു എൽദോസ് ആണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എൽദോസിനെ തൈക്കുടത്ത് എത്തിക്കാം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറേനാണ്. അപ്പൊ നമുക്ക് പതുക്കെ പോയി എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൈക്കുടത്താണ് കേട്ടോ. തൈക്കുടം മറ്റേ ബഡ് റോഡിന്റെ അവിടെയാണ്. ഇപ്പൊ നമ്മള് ബഡ് റോഡിന്റെ അവിടെ ആളെ ഇറക്കിട്ട് ഈ കായലിന്റെ തീരത്ത് കൊണ്ട് ഇട്ടേക്കാണ് കേട്ടോ. ഇത് ചെമ്പക്കര കായല്. അപ്പൊ നമുക്ക് കിട്ടിയ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാപ്പിഡോയ്ക്ക് ഫുള്ള് സർജാണ് കേട്ടോ, എറണാകുളം മൊത്തം. പക്ഷെ അടിയൊന്നുമില്ല. 216 രൂപയാണ് കേട്ടോ നമ്മുടെ റാപ്പിഡോയിൽ നമുക്ക് കിട്ടിയ ട്രിപ്പ്. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. 7.4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 216 രൂപ. 29 രൂപ പെർ കിലോമീറ്ററിന് കിട്ടി കേട്ടോ. അപ്പൊ ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് അടിക്കുമോ നോക്കാം. നമ്മൾ യൂബറും കൂടെ ഓണാക്കി ഇട്ടിട്ടേക്കാം, എന്നാലേ ഇങ്ങോട്ടേക്ക് അടിക്കുള്ളൂ. യാത്ര ഒറ്റ ട്രിപ്പ് പോലും അടിക്കുന്നില്ല. കാരണം യാത്രയില് അത്യാവശ്യം ഫെയർ ഉള്ളത് കൊണ്ടും ബാക്കിയുള്ള കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയറിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് യാത്ര ഇങ്ങനെ മത്സരിക്കാറില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ ഫെയർ കുറച്ച് കഴിഞ്ഞപ്പോ യാത്രയില് ആൾക്കാർ ബുക്കിംഗ് കുറഞ്ഞു. അതുകൊണ്ടാണ്
രാത്രി ബുക്കിംഗ് വരാത്ത. ഏതായാലും മുട്ടം ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ടാണ് കേട്ടോ. നമുക്ക് യൂബറും കൂടെ ഓണാക്കി ഇടാം. ഓക്കെ, അടുത്ത ട്രിപ്പ് വരട്ടെ. ഭയങ്കര ജലദോഷം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഓട്ടം നിർത്തി കേട്ടോ. ഉച്ചയ്ക്ക് ഓട്ടം നിർത്തിയിട്ട് നമ്മള് ഇപ്പൊ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 7:30 മണിയായിട്ട് ഓൺലൈൻ വന്നിട്ടുണ്ട്. യൂബറും റാപ്പിഡോയും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇതിലെ ട്രിപ്പ് വരുന്നത് നോക്കാം. അപ്പൊ നമ്മള് ഉച്ചക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ബ്ലോക്ക് കാരണം ഒരു രക്ഷയില്ല. കാലൊക്കെ ഒരു പരുവായി. ആകെ ട്രിപ്പ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ട്രിപ്പേ എടുത്തുള്ളൂ. പക്ഷെങ്കിൽ മുട്ടൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോകുന്ന മാതിരിയാ. ക്ലച്ച് താങ്ങി 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 ഒരു പരുവക്കേടായി. കളമശ്ശേരിലോട്ടൊന്നും അടുക്കാൻ പറ്റുന്നില്ല. അത് എന്താണോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. അപ്പൊ ഉച്ചക്ക് നിർത്തി, പിന്നെ കളന്നൊന്ന് ഉറങ്ങി. വീണ്ടും വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10-11 മണി വരെ ഓടാന്നുള്ള രീതിയിലാണ്. ഓട്ടം ഉണ്ടെങ്കിൽ 11 മണി വരെ ഇരിക്കാം, അല്ലെങ്കിൽ 10 മണിക്ക് നിർത്തിയിട്ട് രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങാം. അപ്പൊ നമ്മുടെ ബ്ലോക്ക് കാരണം ഒരു രക്ഷയില്ല. നമ്മുടെ ആ ഓട്ടത്തിന്റെ ഷെഡ്യൂളിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി നോക്കാം എന്നാണ്. മാക്സിമം രാവിലെ നേരത്തെ ഇറങ്ങുക, ഒരു ഉച്ചവരെ ഓടുക, എന്നിട്ട് റെസ്റ്റ് എടുക്കുക, പിന്നെ വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഇറങ്ങുക, ഒരു 10 മണി വരെ ഓടുക. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല. ഏതായാലും നാളെ ഒന്ന് നോക്കാം. കാരണം ബ്ലോക്ക് കാരണം 2 കാലിലും കൈക്കൊന്നും അനക്കാൻ വരാം. മുട്ട് രണ്ടും പൊട്ടിപ്പോകുന്ന മാതിരി, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളായാലും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. യൂബറും റാപ്പിഡോയും ആക്കിയിട്ടിട്ടുണ്ട്. ടോട്ടലി നമ്മളിപ്പോ 5 ട്രിപ്പാണ്. യൂബറിൽ 4-ഉം റാപ്പിഡോയിൽ 1 ട്രിപ്പ്, 5 ട്രിപ്പാണ് ഇന്ന് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് ട്രിപ്പ് അടിക്കട്ടെ കേട്ടാ. നമ്മള് മാങ്കായ് സ്കൂളിന്റെ അവിടെ വന്ന് കിടക്കുകയാണ്. ഇവിടെയൊക്കെ സാധാരണഗതിയില് ഈ സമയത്തൊക്കെ അടിക്കുന്നതാണ്. ഏതായാലും നോക്കാം. അങ്ങനെ നമ്മൾ ഓൺലൈനായി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് യൂബറിലൊരു ട്രിപ്പ് വന്നു കേട്ടോ. നമുക്ക് മരടിന്ന് CBO ഓഫീസിന്റെ അങ്ങോട്ടാണ് കേട്ടോ, കത്രിക്കടവ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു പാർവതിയാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ യൂബറിൽ 5-മത്തെ ട്രിപ്പ് നമ്മൾ കഴിഞ്ഞു. അത് നമുക്ക് ലഭിച്ച് കിട്ടുന്നുണ്ടാവും അല്ലേ. കത്രിക്കടവ് CBO ഓഫീസിന്റെ അങ്ങോട്ടായിരുന്നു കേട്ടോ. 183 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 220 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ 10 കിലോമീറ്ററിന്. അപ്പൊ നമ്മള് കത്രിക്കടവിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയില് നമ്മൾ യൂബറും റാപ്പിഡോയും ഓണാക്കിയിട്ടിട്ടുണ്ട്. ഓല ചാർജ് ചെയ്താൽ ട്രിപ്പ് കിട്ടും, പക്ഷേ റേറ്റ് ഇല്ല, തീരെ റേറ്റ് കുറവാണ്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ പ്രസാദ് കുമ്പളങ്ങി കിടപ്പുണ്ട്. അവന് ഈ പറഞ്ഞാൽ അവിടെ കിടന്ന് മടുത്തു എന്ന് പറഞ്ഞു. നമുക്കൊന്ന് അവൻ വിളിക്കുന്നുണ്ട്. അവന് ട്രിപ്പ് കുറവാണ്, രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് യൂബറില് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ, വെണ്ണലക്കാണ് കേട്ടാ. അധികം ദൂരമില്ല. പിക്കപ്പ് പോയിന്റ് 250 മീറ്റർ കേട്ടോ. നമുക്ക് ആ എളംകുളം കത്രിക്കടവ് ജംഗ്ഷനിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ആ ട്രിപ്പ് പോയി എടുക്കാം. ഓക്കെ, ഒരു ആരെ ബുക്ക് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാല് ബാജി, ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാജിനെ പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോ ഉള്ളത് ചക്കരപ്പറമ്പിലാണ് കേട്ടോ. നമുക്ക് വെണ്ണലെന്നും പറഞ്ഞാൽ വന്ന, പക്ഷേ ചക്കരപ്പറമ്പിലായിരുന്നു. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് മൊത്തം കണ്ട് 6 ട്രിപ്പായിട്ടോ യൂബറില് നമ്മുടെ 6-മത്തെ ട്രിപ്പ്. നമുക്ക് 5.14 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 171 രൂപയാണ് ക്യാഷ് നമുക്ക് ലഭിച്ചത്. അത് പാക്ക് പേയ്മെന്റ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആള് മലയാളിയാണ് കേട്ടാ. പേര് കേട്ടപ്പോൾ നമ്മൾ ഓർത്ത് ഹിന്ദിക്കാരനാന്ന് ഓർത്ത്, പക്ഷെ ആള് മലയാളിയാണ്. നമുക്ക് ഈ സൈഡില് ഇവിടെ ഒതുക്കാം.
ഈ സൈഡിൽ നോക്കാം. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ അടിക്കുന്നത് നോക്കട്ടെ. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്കിവിടെ കിടന്നിട്ട് ഒരു രക്ഷയില്ലാട്ടാ. ഇപ്പൊ സമയം 10:30 നമുക്ക് 10:30 വരെ ഓടി നിർത്താം. എന്നാലേ നമുക്ക് നാളെ രാവിലെ നേരത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത്രയും നേരം നോക്കിയിട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും കഴിച്ചില്ല. ഏതാണ്ട് വൈകുന്നേരം ഇറങ്ങിയിട്ട് 300 ചില്ലാൻ രൂപ ട്രിപ്പേ കിട്ടിയുള്ളൂ കേട്ടോ. നമുക്ക് തിരിച്ചു പോകാം. മൊത്തം 1530 രൂപ കേട്ടാ അത് ഓടിയിട്ടുള്ളൂ. ഇന്നത്തെ ഏണിങ്സ് ആണ് കേട്ടോ 1530. ഉച്ചക്ക് ഞാൻ നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നിർവാഹവും ഇല്ല. കാരണം കാലുണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ബ്ലോക്കിനകത്ത് ക്ലച്ച് ഓട്ടി ആകെ ഒരു വരുവായി. 4 ട്രിപ്പ് എടുത്തപ്പോ തന്നെ പകുതി സീറ്റ് കഴിഞ്ഞ്. അപ്പൊ പിന്നെ അതിനകത്ത് ഓടാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം 600 ചില്ലാൻ രൂപയ്ക്ക് CNG അടിച്ചു. അതൊരു 12 മണിയായപ്പോഴത്തേക്കും 4 ട്രിപ്പേ എടുക്കാൻ പറ്റുള്ളൂ. 4 ട്രിപ്പ് എടുത്തപ്പോ തന്നെ പരിപാടി തീർന്നു. പകുതിയോളമായി. പിന്നെ അങ്ങനെ ഓടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പിന്നെ അതുപോലെ കാലില് മുട്ട് ഭയങ്കര വേദന, ക്ലച്ചിങ്ങനെ താങ്ങി. അതുകൊണ്ട് നിർത്തി. വൈകുന്നേരം ഇറങ്ങി. ഇന്ന് ഓട്ടം കുറവാന്ന് തോന്നുന്നു. രണ്ട് ട്രിപ്പ് കിട്ടി. 400 രൂപ അടുത്ത് കണ്ട് കിട്ടിയിട്ടുണ്ട്. 300 ചില്ലാൻ രൂപ 400 അടുത്തായിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഇപ്പൊ നമ്മള് 1596 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് നേരത്തെ ഇറങ്ങാം. 5 മണിക്ക് ഓൺലൈനിൽ വരാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ നിർത്തിയാലേ നമുക്ക് 5 മണിക്ക് ഓൺലൈനിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.